നമസ്കാരം. പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിനും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ്, LGS മുതലായ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ മിക്സഡ് ടോപ്പിക് ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കാണുന്നതോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം പല പല സബ്ജക്റ്റുകൾ പഠിക്കാനും ഇതോടൊപ്പം തന്നെ ഈ പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യൻ പാർലമെൻറ്റ് പൗരത്വ നിയമം പാസ്സാക്കിയതെന്ന്. പൗരത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ പഠിച്ചിരിക്കുക. ഇന്ത്യൻ പാർലമെൻറ്റ് പൗരത്വ നിയമം പാസ്സാക്കിയത് 1955 1955 ഇന്ത്യൻ പാർലമെൻറ്റ് പൗരത്വ നിയമം പാസ്സാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്? ഭാഗം 2 ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ശ്രീധരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കഥാപാത്രങ്ങളും കൃതികളും ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുന്നവർക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഡിഗ്രി പ്രിലിംസിനും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും സെപ്പറേറ്റ് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള മിക്സഡ് ടോപ്പിക്കായിട്ടുള്ള പവർഫുൾ ക്ലാസ്സുകളാണ്. ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ശ്രീധരൻ. ശ്രീധരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഒരു ദേശത്തിൻ്റെ കഥ. ഭീമൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഭീമൻ MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴത്തിലെ കഥാപാത്രമാണ് ഭീമൻ എന്ന് പറയുന്നത്. ഭീമൻ രണ്ടാമൂഴത്തിലെ കഥാപാത്രമാണ്. കോക്കാഞ്ചിറ മറിയം എന്ന് പറയുന്ന കരുത്തയായ സ്ത്രീ കഥാപാത്രം ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് കോക്കാഞ്ചിറ മറിയം. ചുടലമുത്തു എന്ന് പറയുന്ന കഥാപാത്രം ഇതിലേതാണ്? തോട്ടിയുടെ മകനിലേതാണ് ചുടലമുത്തു. അപ്പോൾ കഥാപാത്രങ്ങളും കൃതികളും ചോദിക്കും. ഏതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചതെന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ. ശ്രീധരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഒരു ദേശത്തിൻ്റെ കഥ. ഭീമൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? രണ്ടാമൂഴം. കോക്കാഞ്ചിറ മറിയം ആലാഹയുടെ പെൺമക്കൾ, ചുടലമുത്തു തോട്ടിയുടെ മകൻ. ഇപ്പോൾ നോക്കിക്കേ, നമ്മൾ ആദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പൗരത്വ നിയമം, ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പഠിച്ചു. രണ്ടാമത് നമ്മൾ സയൻസിലേക്ക് വന്നു. പിന്നെ നമ്മൾ കഥാപാത്രങ്ങൾ, കൃതികളിലേക്ക് വന്നു അല്ലേ. ഒരു സമയം തന്നെ നമുക്ക് ഡിഫറൻറ്റ് ടോപ്പിക്കുകൾ പഠിക്കാനും കവർ ചെയ്യാനും കഴിയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത് നമ്മൾ നേരെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. ഇംഗ്ലീഷിനകത്ത് കുറച്ച് സിനോണിംസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓരോ ദിവസം കുറേശ്ശെയായിട്ട് വൊക്കാബുലറിയും ഗ്രാമറും ഓരോ പോർഷനായിട്ട് അങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ അത് തീരുന്നതായിരിക്കും. അപ്പോൾ സിനോണിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് സിനോണിം എന്ന് പറയുന്നത്. ഒരു വാക്കിൻ്റെ തന്നെ സമാന അർത്ഥമുള്ള മറ്റു പദങ്ങളെയാണ് സിനോണിം, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്തെന്ന് പറയും? പര്യായ പദങ്ങൾ എന്ന് പറയും അല്ലേ. മലയാളത്തിൽ പര്യായം എന്ന് പറയും. അതുപോലെ ആൻറ്റോണിം എന്ന് പറയുമ്പോൾ എന്താണ്? വിപരീതം, ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ആൻറ്റോണിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം മാറിപ്പോവാതെ പഠിക്കണം. സിനോണിം എന്ന് പറയുമ്പോൾ പര്യായ പദങ്ങളാണ്. ആൻറ്റോണിം എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് വേർഡിനെയാണ് ആൻറ്റോണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിനോണിംസ് നോക്കാം. ആദ്യത്തെ വാക്കാണ് വിംബർ. വിംബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ക്രൈ, കരയുന്നതിനെയാണ് വിംബർ എന്ന് പറയുന്നത്. വിംബർ എന്ന് പറയുന്നത് ക്രൈ അല്ലെങ്കിൽ കരയുന്നതിനെയാണ് വിംബർ എന്ന് പറയുന്നത്. കമൻസ് എന്ന് പറയുമ്പോൾ ടു ബിഗിൻ, ആരംഭിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കമൻസ് എന്ന് പറയുന്ന വേർഡിന് പറയുന്നത്. കമൻസ്, ടു ബിഗിൻ. അടുത്തത് ട്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നടക്കുന്നതിനെ അല്ലെങ്കിൽ ഒരു മാർച്ചായിട്ട് ട്രൂപ്പായിട്ട് പോകുന്നു പറഞ്ഞിട്ടില്ലേ. ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നതിനെയാണ് ട്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വിംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൈ, കരയുന്നതിനെയാണ് വിംബർ എന്ന് പറയുന്നത്. കമൻസ്, ടു ബിഗിൻ, ആരംഭിക്കുന്നതിനെയാണ് കമൻസ് എന്ന് പറയുന്നത്. ട്രൂപ്പ് എന്ന് പറയുമ്പോൾ വാക്ക് അല്ലെങ്കിൽ മാർച്ച്. അൺഫോൾഡ് എന്ന് പറഞ്ഞാൽ റിവീൽ ചെയ്യുക അല്ലേ. അൺഫോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പുറത്ത് അറിയിക്കുക, ഒന്ന് റിവീൽ ചെയ്യുന്നതിനെയാണ് അൺഫോൾഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള വാക്കായിരിക്കും അൺഫോൾഡ്, റിവീൽ. കളക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കളക്റ്റിൻ്റെ സിമിലർ മീനിങ് ഉള്ള വേർഡ്സാണ് ഗ്യാദർ, അക്യൂമുലേറ്റ് തുടങ്ങിയവയൊക്കെ കളക്ട് ചെയ്യുന്നതിൻ്റെ സിമിലർ മീനിങ്ങുകളാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഓണസ്റ്റിയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓണസ്റ്റിയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരെണ്ണം കൂടിയാണ്
അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മളിപ്പോൾ എത്ര സിനോണിംസ് പഠിച്ചു എന്ന് നോക്കിക്കേ. ആ സിനോണിംസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മളിതുപോലെ വൊക്കാബുലറി ആഡ് ചെയ്ത് വരും, ഓരോരോ പോർഷനായിട്ട് ആഡ് ചെയ്ത് വരും. ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾ കുറച്ച് സമയമേ ഒരു ക്ലാസ് കാണുന്നുള്ളെങ്കിൽ ഒരുപാട് കണ്ടൻറ്റുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ക്ലാസ്സുകൾ ഇടാൻ പറ്റിയില്ല, അപ്പോൾ അത് ക്ഷമിക്കുന്നു. ഇനി നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. വിംബർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രൈ ആണ്. കമൻസ്, ടു ബിഗിൻ. ട്രൂപ്പ് എന്ന് പറയുമ്പോൾ വാക്ക്, മാർച്ച്, ഇതെല്ലാം ട്രൂപ്പിൻ്റെ സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് ആണ്. അൺഫോൾഡ് ചെയ്യുക, റിവീൽ ചെയ്യുക. കളക്ട്, ഗ്യാദർ, അക്യുമുലേറ്റ്. ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് ആൻറ്റോണിംസ് നോക്കാം. ഓപ്പോസിറ്റ് വേർഡ്സ് നോക്കാം. ആൻറ്റോണിംസ് നോക്കിക്കേ. അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആൻറ്റോണിം, അഫ്ലുവൻസിൻ്റെ ആൻറ്റോണിമാണ് പോവേർട്ടി. അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധി, എല്ലാം ഉണ്ട്, ഒരു നിറവാണ് അഫ്ലുവൻസ്. പോവർട്ടി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ദാരിദ്ര്യമാണ്. അട്രാക്റ്റ്, റിപ്പൽ, ആകർഷണം, വികർഷണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആകർഷിക്കുക. റിപ്പൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അറൈവ് ചെയ്യുക, ഡിപ്പാർട്ട് ചെയ്യുക. എയർപോർട്ടിലൊക്കെ കണ്ടിട്ടുള്ള വേർഡായിരിക്കും അറൈവ്, ഡിപ്പാർട്ട് എന്ന് പറയുന്നത്. പാങ്, റിലീഫ്. പാങ് എന്ന് പറയുമ്പോൾ വേദനയാണ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റിലീഫാണ്. പാങ്, റിലീഫ്. അപ്പോൾ ആൻറ്റോണിംസ് പഠിച്ചോ. അഫ്ലുവൻസ്, പോവർട്ടി. അട്രാക്റ്റ്, റിപ്പൽ. അറൈവ്, ഡിപ്പാർട്ട്. പാങ്, റിലീഫ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ കാണണം. ഇതെല്ലാം നിങ്ങളുടെ ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുക. ഇതെല്ലാം ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ റിവിഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് റിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബുക്കിനകത്ത് എഴുതേണ്ടത്, നോട്ട്സായിട്ട് എഴുതുന്നത് വേറെ ബുക്കിൽ വേണമെങ്കിൽ എഴുതി വെക്കാം. പക്ഷേ എഴുതേണ്ടത് നിങ്ങളിതിനകത്ത് മറന്നു പോകുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പാങ് എന്താണ് അതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ അതെന്താണെന്ന് പെട്ടെന്ന് മറന്നു പോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി. അപ്പോൾ അങ്ങനെ മറന്നു പോകുന്ന വേർഡ്സ് എന്ത് ചെയ്യുക? ഒരു വരയിട്ട് എഴുതി വെക്കുക. അപ്പോൾ അടുത്ത ആഴ്ച എടുത്തത് റിവിഷൻ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണല്ലോ. നമുക്ക് ഇത്രയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോകാം. രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാണ്? രക്തത്തിൻ്റെ pH വാല്യൂ. അപ്പോൾ pH എന്ന് പറയുന്ന പോർഷൻ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ pH പ്രധാനപ്പെട്ട ഇതിൻ്റെയൊക്കെ pH വാല്യൂ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനകത്ത് രക്തത്തിൻ്റെ pH വാല്യൂ 7.4 ആണ് രക്തത്തിൻ്റെ pH വാല്യൂ. നമുക്ക് പ്ലാസ്മ പ്രോട്ടീനുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. 3 പ്ലാസ്മ പ്രോട്ടീനുകളെ കുറിച്ച് ഇവിടെ പഠിക്കാനുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ? ഗ്ലോബുലിൻ, ആൽബുമിൻ, ഫൈബ്രിനോജിൻ തുടങ്ങിയവയാണ് പ്ലാസ്മ പ്രോട്ടീൻസ്. ഗ്ലോബുലിൻ, ആൽബുമിൻ, ഫൈബ്രിനോജിൻ തുടങ്ങിയവയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. ഗ്ലോബുലിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ആൽബുമിൻ സഹായിക്കുന്നത് രക്തസമ്മർദ്ദത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജിൻ. അപ്പം 3 തരം പ്ലാസ്മ പ്രോട്ടീനുകളിലും അതിൻ്റെ ഫംഗ്ഷനും എക്സാമിന് ചോദിക്കും. ഗ്ലോബുലിൻ രോഗപ്രതിരോധം, ആൽബുമിൻ രക്തസമ്മർദ്ദം, ഫൈബ്രിനോജിൻ രക്തം കട്ടപിടിക്കാൻ. ലോങ് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ആരാണ്? ലോങ് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടിയത് ആരാണ്? ചാൾസ് ഒന്നാമനാണ് ലോങ് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി എന്ന് പറയുന്നത്. ലോങ് പാർലമെൻറ്റ് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ലോങ് പാർലമെൻറ്റ് നമ്മൾ പഠിക്കുന്നത്. ലോങ് പാർലമെൻറ്റ് അല്ലെങ്കിൽ നീണ്ട പാർലമെൻറ്റ് എന്നൊക്കെ മലയാളത്തിൽ പറയാം. ആരാണ് വിളിച്ചു ചേർത്തത്? അവിടുത്തെ ഭരണാധികാരി ആയിട്ടുള്ള ആരാണ്? ചാൾസ് ഒന്നാമൻ. അദ്ദേഹം ആദ്യം പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവയ്ക്കുന്നു. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വർഷമാണ്? 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. അതിനുശേഷം അദ്ദേഹം സ്വേച്ഛാധിപതിയായിട്ട് അവിടെ ഭരണം നടത്തുന്നു. അതിനുശേഷം എന്താണ്? അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെയൊക്കെ ആവശ്യം വന്നപ്പോഴത്തേനും വീണ്ടും പാർലമെൻറ്റ് വിളിച്ചു ചേർത്തു. 1640 മുതൽ 20 വർഷം നീണ്ടുനിന്ന പാർലമെൻറ്റാണ്. 1640 മുതൽ 20 വർഷം വരെ നീണ്ടുനിന്ന പാർലമെൻറ്റ് ആയതുകൊണ്ടാണ് ഇനി എന്തെന്ന് പറയുന്നത്? ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ചാൾസ് ഒന്നാമൻ. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ലോങ് പാർലമെൻറ്റ്? കാരണം വിപ്ലവങ്ങൾ പഠിച്ചിരിക്കണം. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഡിഗ്രി പ്രിലിംസിന് ഹിസ്റ്ററി 10 മാർക്കിനും ചോദിക്കുക. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യമില്ലാതെ പോകത്തില്ല. അടുത്ത നമ്മളൊരു SCERT പോയിൻ്റാണ് നോക്കാനായിട്ട് പോകുന്നത്. CE 9-ാം നൂറ്റാണ്ടിൽ
തുടക്കം തൊട്ട് C9 നൂറ്റാണ്ട് തൊട്ട് 12 നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയ പെരുമാക്കന്മാരുടെ ആസ്ഥാനം. അപ്പോൾ ഈ പെരുമാൾ ഭരണമൊക്കെ നമുക്ക് എന്താണ് SCERTയിൽ പഠിക്കാനായിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തും കൂടി ഉൾപ്പെടുത്തി തരും, SCERT കണ്ടൻറ്റുകളും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. ഒന്നും നിങ്ങൾക്ക് മിസ്സായിട്ട് പോകത്തില്ല. SCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാം ഈ ഒരു ക്ലാസ്സിൽ തന്നെ കാണും. ക്ലാസ് ഒരു 15 മിനിറ്റോ 10-15 മിനിറ്റേ കാണത്തുള്ളെങ്കിൽ ഒരുപാട് കണ്ടൻറ്റുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മിക്സഡ് ടോപ്പിക്കായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കും എക്സാം വരെ. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ ഡിഗ്രി പ്രിലിംസ് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. CE9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയ പെരുമാക്കന്മാരുടെ ആസ്ഥാനം മഹോദയപുരമാണ്. മഹോദയപുരത്താണ് പെരുമാക്കന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. പെരുമാക്കന്മാരുടെ ആസ്ഥാനം ഇതെന്ന് പറയുമ്പോൾ SCERTയിലെ ഹിസ്റ്ററിയിലെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്, ന്യൂ SCERTയിലെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് പഠിക്കുക. ആ ഒരു പാഠഭാഗവും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് തരികയാണ്. പീറ്റർലൂ കൂട്ടക്കൊല നടന്ന വർഷം 1819. അപ്പോൾ എന്താണ് ഈ പീറ്റർലൂ കൂട്ടക്കൊല എന്ന് പറയുന്നത്? വ്യവസായിക വിപ്ലവത്തെ തുടർന്ന് ഉയർന്നു വന്ന തൊഴിലാളി പ്രക്ഷോഭത്തിന് നേരെ നടന്ന വെടിവെപ്പാണ് പീറ്റർലൂ കൂട്ടക്കൊല. അപ്പോൾ എവിടെയാണ് ഈ വ്യാവസായിക വിപ്ലവം നടന്നത്? ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുമ്പോൾ ഈ ഇംഗ്ലണ്ടിൽ ഉൽപാദന വിതരണ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ തുടർന്നിട്ട് തൊഴിലാളി പ്രക്ഷോഭത്തിന് നേരെ ഒരു വെടിവെപ്പ് നടന്നു. അതിനെതിരെ വിപ്ലവത്തെ തുടർന്ന് ഉയർന്നു വന്ന തൊഴിലാളി പ്രക്ഷോഭത്തിന് നേരെ ഒരു വെടിവെപ്പ് നടന്നു. ഇതാണ് പീറ്റർലൂ കൂട്ടക്കൊല 1819. പീറ്റർലൂ കൂട്ടക്കൊല ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന സ്ഥലം ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിലാണിത് നടക്കുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കുക. വ്യാവസായിക വിപ്ലവത്തിൻ്റെ മാനുഷിക ഭീകരതകൾ വരച്ച് കാട്ടുന്ന ചാൾസ് ഡിക്കൻസിൻ്റെ നോവലാണ് ഹാർഡ് ടൈംസ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭീകരതകൾ വരച്ച് കാട്ടുന്ന ചാൾസ് ഡിക്കൻസിൻ്റെ നോവലാണ് ഏത്? ഹാർഡ് ടൈംസ് എന്ന് പറയുന്നത്. വ്യാവസായിക വിപ്ലവത്തിനെ വിമർശിച്ചുകൊണ്ട് ചാർലി ചാപ്ലിൻ പുറത്തിറക്കിയ ചിത്രമാണ് മോഡേൺ ടൈംസ്. മോഡേൺ ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? ചാർലി ചാപ്ലിൻ പുറത്തിറക്കിയ ചിത്രമാണ് മോഡേൺ ടൈംസ്. അതുപോലെ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ് വിശ്വചരിത്രാവലോകനം എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. അതിനകത്ത് വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി. അപ്പോൾ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവമാണ്. ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനങ്ങളാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. 3 കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774, രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775, മൂന്നാമത്തേത് 1776. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചോദ്യം എന്താണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നപ്പം അതിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ജോർജിയാണ്. വടക്കേ അമേരിക്കയിൽ 13 ഇംഗ്ലീഷ് കോളനികളുണ്ടായിരുന്നു. ആ കോളനികളിൽ ഏതൊക്കെയായിരുന്നു? ന്യൂ ഹാംപ്ഷയർ, റോഡ് ഐലൻഡ്, ന്യൂ ജേഴ്സി, വെർജീനിയ, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, പെൻസിൽവാനിയ, ജോർജിയ, ന്യൂയോർക്ക്, മസാച്യുസെറ്റ്സ്, കണക്റ്റിക്കട്ട്, ഡെലാവെയർ, മേരിലാൻഡ്. ഈ 13 ഇംഗ്ലീഷ് കോളനികളിൽ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയയാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് ഒരു 15 മിനിറ്റ് ആയിരിക്കും ലെങ്ത് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് എന്ത് ചെയ്യുക? നോട്ട്സ് എഴുതി നല്ലപോലെ തന്നെ പഠിക്കുക. ഇതുപോലത്തെ മിക്സഡ് ടോപ്പിക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സുഖമായിട്ട് ഇതിലൂടെ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? താങ്ക് യു.